CPM 1-3 തീയതികളിൽ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും മുന്നിലും സംസ്ഥാന വ്യാപകമായി പദ്ധതി വെട്ടിക്കുറവിനെതിരായി ഒരു സമരം പ്രഖ്യാപിച്ചു. പുറത്തൂർ പഞ്ചായത്തിൽ ഏതായാലും സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീയതികളിൽ ഈ സമരം നടന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിനാധാരമായി പറയുന്ന കാര്യം പദ്ധതി വെട്ടിക്കുറച്ചു എന്നാണ്. 2005-26 സംസ്ഥാനം ഭരിച്ചിരുന്നത് പിണറായി സർക്കാർ. അന്ന് പ്ലാൻ ഫണ്ട് ജനറൽ വിഭാഗത്തിൽ 4,09,42,000 രൂപയാണ് നമുക്ക് അനുവദിച്ചിരുന്നത്. എന്നാൽ ആ തുക വെട്ടിക്കുറച്ച് 2005-26 കാലഘട്ടത്തിൽ 2,31,76,408 രൂപയാണ് തന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പദ്ധതിയിൽ ഇതുപോലുള്ള വെട്ടിക്കുറവുണ്ടായിട്ടുണ്ട്. പ്രത്യേക ഘടക പദ്ധതിയിൽ 1,02,68,000 രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരുന്നതെങ്കിൽ അത് നേർപകുതിയായി 59,32,066 രൂപയാണ് അനുവദിച്ചു തന്നത്. അതിലും 2,11,526 രൂപയുടെ കുറവാണ് കഴിഞ്ഞ വർഷം സർക്കാർ പദ്ധതി തുകയിൽ വരുത്തിയത്. ഈ വർഷം സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മെയ് മാസത്തിലാണ്. സാധാരണയായി പദ്ധതി വിഹിതം 2026-27 വർഷത്തെ പദ്ധതി വിഹിതത്തിന്റെ ആദ്യ ഗഡു അനുവദിക്കേണ്ടത് മാർച്ച് അവസാനത്തിലാണ്. ആ ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ മാർച്ച് അവസാനത്തിൽ പദ്ധതി വിഹിതത്തിന്റെ 1-ാം ഗഡു അനുവദിക്കേണ്ടതാണ്. ആ 1-ാം ഗഡു അനുവദിക്കേണ്ട സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, പുതിയ ക്യാബിനറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ പദ്ധതി തുകയുടെ ആദ്യത്തെ ഗഡു അനുവദിച്ചു എന്ന് പത്രത്തിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ പദ്ധതി വിഹിതം 3,52,93,000 രൂപയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേക ഘടക പദ്ധതിയിൽ 95,03,000 രൂപ അതാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ തുകയുടെ ആദ്യത്തെ ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇത് പരിപൂർണമായും പിടിച്ചു വയ്ക്കാതെ സർക്കാർ തരും എന്നും കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ വർക്കുകളുടെ കാര്യം, അതിന് തുക അനുവദിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി ഗവൺമെന്റ് പഠിച്ച് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി അടുത്ത ദിവസം പത്രപ്രസ്താവന നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ പദ്ധതിയെല്ലാം അംഗീകരിച്ച് പുറത്തൂർ പഞ്ചായത്ത് സമർപ്പിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അംഗീകാരം കിട്ടിയ പദ്ധതികൾ 25 റോഡുകൾക്ക് ടെൻഡർ ചെയ്തു. അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എഗ്രിമെൻ്റ് വെച്ച് ഒരാഴ്ചക്കകം പ്രവൃത്തി നടക്കാൻ പോകുക. ഈ തകർന്ന റോഡുകളുടെയൊക്കെ പുനരുദ്ധാരണം ഏകദേശം വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സെപ്റ്റംബറോടുകൂടി ആ ഫണ്ടിൻ്റെ വിനിയോഗം പരിപൂർണമായും നടത്താനുള്ള തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി. പ്രസിഡന്റ് അതിന് വളരെ മുൻകരുതലെടുത്തുകൊണ്ട് വളരെ കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. റോഡ് ഇത്തവണ കഴിഞ്ഞ വർഷത്തേതിനേക്കാളും 32 ലക്ഷം മെയിൻ്റനൻസിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 1,71,86,000 രൂപ റോഡിൻ്റെ മെയിൻ്റനൻസിനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മയായിട്ട് പറയുന്നത് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയില്ല എന്നാണ്. 2010-15 വർഷത്തെ UDFൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് ശ്മശാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പണി തുടങ്ങിയത്.
60 ലക്ഷം ആ 5 വർഷ കാലയളവിൽ വെച്ച് ഷെൽട്ടറുകൾ പൂർത്തീകരിച്ചു. ഒരു പിതൃകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു കുളം കുത്തി അവിടെ ഗ്രൗണ്ടുകളൊക്കെ ടൈലിട്ടു വളരെ സുന്ദരമാക്കിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ MLA അവിടെ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഒരു 23 ലക്ഷം രൂപ അനുവദിച്ചു. 25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിൽ 23 ലക്ഷം രൂപയാണ് അവിടെ ചെലവഴിക്കപ്പെട്ടത്. ആ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വരികയാണ്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. തൊട്ട് മുമ്പ് നമ്മുടെ MLA ശ്മശാനത്തിലെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പോയി കണ്ടാൽ അവിടുത്തെ ബോർഡ് സാക്ഷ്യപ്പെടുത്തും. പക്ഷേ ഒന്നും നടന്നില്ല. അതിനുശേഷം 10 വർഷമാണ് LDFൻ്റെ ഭരണസമിതി ഭരിച്ചത്. ഇക്കാലയളവിൽ അവിടെ ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. പുതിയ ഭരണസമിതി ജസ്ന ബാനുവിൻ്റെ നേതൃത്വത്തിൽ വന്നു. അവർ അതിനുവേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ ഏത് സമയത്തും അത് ഉദ്ഘാടനം ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം ഒരു ചെറിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശ്മശാനത്തിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു നിയമാവലി പഞ്ചായത്ത് ഇത്രയും കാലമായും തയ്യാറാക്കിയിരുന്നില്ല. ഇപ്പോൾ നിയമാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ നിയമാവലി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച് അടുത്ത ദിവസം തന്നെ ആ ശ്മശാനം ലേലം ചെയ്യും. ആ ലേലം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. എന്തായാലും വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് അവസാനത്തിൽ ആ ശ്മശാനം പ്രവർത്തനക്ഷമമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. 10 വർഷം ഒന്നും ചെയ്യാതെ ഇപ്പോൾ 6 മാസം പ്രായമുള്ള പഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സമരാഭാസവുമായിട്ട് മുന്നോട്ട് വരുന്നത് CPMൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഈ ഓട്ടോറിക്ഷ പാർക്കിൻ്റെ കാര്യം. കാലാകാലങ്ങളായി കേസും കൂട്ടങ്ങളുമായി അത് ഒരു പരിഹാരവും ഉണ്ടാകാതെ പോവുകയാണ്. ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. വാഹന ഗതാഗതത്തിന് തടസ്സം വരുന്നു കാവലക്കാട്. അതുകൊണ്ട് ഒരു ഓട്ടോ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ വർഷം നടത്തിയില്ല. അവർ ഒരു തോടിന് കുറുകെ ഏകദേശം 3 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഒരു തോടിന് കുറുകെ സ്ലാബ് ഇട്ട് അത് മത്സ്യ മാർക്കറ്റ് വരെ നീട്ടിക്കൊണ്ടുപോയി ഒരു ഓട്ടോ പാർക്കിംഗാണ് അവർ വിഭാവനം ചെയ്തത്. അതിൻ്റെ ആദ്യഘട്ടം 17 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവർ നിർവഹിക്കുകയും ചെയ്തു. അവിടെ ഇന്നേ വരെ ഒരു ഓട്ടോ പാർക്ക് ചെയ്തിട്ട് ഓട്ടോ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യവുമല്ല. മൊത്തം ഇപ്പോൾ ചെയ്ത വർക്കിൻ്റെ ഒരു 15 ഇരട്ടി പൂർത്തിയാക്കിയാൽ മാത്രമേ അവരന്ന് വിഭാവനം ചെയ്ത ഓട്ടോറിക്ഷ പാർക്കിംഗ് പൂർത്തീകരിക്കുകയുള്ളൂ. ഭരണസമിതി വന്നതിന് ശേഷം നിരന്തരമായ ഒരാക്ഷേപം കാവലക്കാട് ഭാഗത്ത് നിന്ന് കേട്ടു. അവിടെ ആ അങ്ങാടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. പൊതുമരാമത്ത് റോഡ് പഞ്ചായത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ PWD വകുപ്പുമായി സംസാരിച്ചു. അവിടെ ഡ്രൈനേജിന് എസ്റ്റിമേറ്റ് എടുത്തു. MLAയുടെ ഒരു കൃത്യമായ ഇടപെടലും ഉണ്ടായി. അതുകൊണ്ട് അതിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. CPMൻ്റെ ഭാഗത്തുള്ള ചില വ്യാപാരികളുടെ ഭാഗത്തു നിന്നുള്ള തടസ്സം കാരണം ഇപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുന്നു. പഞ്ചായത്ത് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ആ ഡ്രൈനേജ് പൂർത്തിയാക്കാനുള്ള നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ തനത് ഫണ്ട് അത് പെരുപ്പിച്ച് കാട്ടി ഈ പഞ്ചായത്ത് ഭരണസമിതിയും അന്നത്തെ സെക്രട്ടറിയും ഒത്തുചേർന്നുകൊണ്ട് DPCയെ തെറ്റിദ്ധരിപ്പിച്ച് ഓൺ ഫണ്ട് പരമാവധി ചെലവഴിക്കുന്ന രീതിയിൽ പദ്ധതിക്ക് അംഗീകാരം വാങ്ങുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് MTU വാങ്ങിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് പടിഞ്ഞാറക്കരയിലെ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങിച്ചത്. അത് ഏറ്റവും വലിയൊരു അഴിമതിയുടെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജോൺ മാഞ്ഞൂരാമാരുടെ കൈവശത്തിലുള്ള ഭൂമി ആ റോഡിനോട് ചേർന്ന് കുറച്ച് ഭാഗം വർഷങ്ങളായി അവിടുത്തെ യുവാക്കൾ കളിസ്ഥലമായി ഉപയോഗിച്ചു. അത് മാഞ്ഞൂരാനെ വിട്ടുകൊടുത്ത്
പകരം പുഴയോരത്ത് ഒരു 40 സെന്റ് പഞ്ചായത്തിൻ്റെ ഉത്തരവാദപ്പെട്ട അത് പ്ലേ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ ആണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. ഒരു 30,000 രൂപ പോലും സെന്റിന് വിലയില്ലാത്ത സ്ഥലം 1 ലക്ഷത്തിന് മേൽ വില കാണിച്ച് മാഞ്ഞൂരാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും പഞ്ചായത്തിൻ്റെ അധീനതയിലായി വർഷങ്ങളായി ആളുകൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതുകൂടി ജനങ്ങളുടെ മുമ്പാകെ തുറന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഞാറക്കരയിലെ ഈ കളിസ്ഥലം അത് മാഞ്ഞൂരാൻ സ്വമേധയാ വിട്ടുകൊടുത്തതാണ്. അതിന് അദ്ദേഹം പ്രതിഫലം പറ്റിയിട്ടില്ല എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ അതിന് 1 ലക്ഷത്തിന് മേലെ തുക നൽകിയത് സെന്റിന് 1 ലക്ഷത്തിൽ പരം വില നൽകിയതായാണ് പഞ്ചായത്ത് രേഖകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ആ മാസ്റ്റർ പ്ലാന്റെ ഒരു രേഖയും പഞ്ചായത്തിൽ കാണാനില്ല. വളരെ ശ്രമകരമായ രീതിയിൽ പഠനം നടത്തിയ എറണാകുളം ബേസ്ഡ് ഒരു കൺസൾട്ടൻസി അവർ അതിന് നല്ല വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു എന്നാണ് അറിവ്. അത് എല്ലാ യോഗങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിൻ്റെ യാതൊരു രേഖയുമില്ല. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ടൂറിസം പദ്ധതി അത് സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് പുറത്തൂർ പഞ്ചായത്തായിരുന്നു. ആ പുറത്തൂർ പഞ്ചായത്തിൽ ആ സ്കീമിൽ ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനുള്ള ഒരു ചെറുവിരൽ പോലും ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയില്ല. ഞങ്ങൾ MLAയുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പഠിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ടൂറിസം ഡയറക്ടർക്ക് എഴുതിയിട്ടുണ്ട്. തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. MLA ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തും എന്ന വിശ്വാസത്തിലാണ് പുറത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയും പുറത്തൂരിലെ ജനങ്ങളും.